ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു കാലത്ത് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹങ്ങളും രാജ്യവിരുദ്ധതകളും ചെയ്തിരുന്നത് പുരുഷന്മാരായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് രാജ്യവിരുദ്ധതയ്ക്ക് മുമ്പിൽ മുസ്ലിം പുരുഷന്മാരായിരുന്നെങ്കിൽ, ഇന്നത് ഏതാണ്ട് മുസ്ലിം സ്ത്രീകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഹണി ട്രാപ്പിൽ കുടുക്കുന്നത് മുതൽ തട്ടിപ്പും വെട്ടിപ്പും മയക്കുമരുന്നും മലദ്വാർ ഉമ്മറം ഗോൾഡ് പിന്നാമ്പുറം ഗോൾഡ് എല്ലാ രംഗത്തും എന്തിനേറെ പറയുന്നു, ഐസിസിലേക്ക് പോയ സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾക്ക് കത്തി പിടിക്കാൻ മാത്രമല്ല അറിയുന്നത്, കഴുത്തറുക്കുന്ന കത്തി പിടിക്കാനും അറിയാമെന്നാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കും അതുപോലെ പറ്റാത്തത്? അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ആയുധ പരിശീലനം വേണം. അങ്ങനെയാണ് ഐസിസിലേക്ക് പോയിട്ട് ജാമിദായെ കൊല്ലാൻ വേണ്ടി രണ്ടവളുമാരിവിടെ വന്നിരുന്നു. രണ്ടുപേരെയും NIA ഡൽഹിയിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ കാല് തറയിൽ ചവിട്ടിപ്പിച്ചത്. അങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് സ്ത്രീകൾ തെളിയിക്കുകയാണ്. ഇപ്പോഴിതാ സൗഹൃദത്തിന്റെ പേരിൽ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു ഡോക്ടറെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ കേസിലാണ് 2 പേർ അറസ്റ്റിലായിരിക്കുന്നത്. കൊച്ചി തമ്മനം കാഞ്ഞിരത്തിപ്പറമ്പിൽ വീട്ടിൽ നസീമ എന്ന 32കാരിയും മരട് മച്ചിങ്ങൽ മുഹമ്മദ് അമീൻ എന്ന 43കാരനും. ഏതൊരു കുറ്റകൃത്യം കാണുമ്പോഴും അതിനകത്ത് മതം കലർത്തുന്നതല്ല. ഒരു മുസ്ലിം സ്ത്രീയല്ലേ, ഒരിക്കലും അവര് നമ്മളെ ആ രൂപത്തിൽ തട്ടിക്കില്ല, അതല്ലെങ്കിൽ നമ്മളെ അങ്ങനത്തെ ഒരു ട്രാപ്പിൽ അവർ പെടുത്തില്ല എന്ന് സമൂഹത്തിന്റെ ഒരു ചിന്താധാരയുണ്ട്. മുമ്പ് റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ സാധാരണ ഒരു കുറ്റവാളിയെ കൊണ്ടുവരും, അയാളുടെ നെറ്റിയിൽ നമസ്കാരത്തഴമ്പ് നോക്കും, ഖുർആൻ കൊണ്ട് അയാളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കും, പിന്നെ മരിച്ചുപോയ ആളുടെ ആത്മാവിനെയൊക്കെ വിളിച്ചു വരുത്തി കുറ്റം തെളിയിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ പൊട്ടത്തരങ്ങൾ നമ്മൾ കേട്ടില്ലേ. മുസ്ലിങ്ങളെ അങ്ങനെയാണ് സമൂഹം കാണുന്നത്. അവർ നുണ പറയില്ല, ഖുർആനിൽ തൊട്ട് ഒരിക്കലും അവർ കള്ളസത്യം ചെയ്യില്ല, അങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിക്കുവാണ്. അങ്ങനെ എന്തായിരുന്നാലും 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ഫൈസലിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത്. ഡോക്ടറെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ഇവര് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നു. ഇതാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. അങ്ങനെയാണ് അയാളെ കുടുക്കണം എന്നിവർ തീരുമാനിച്ച വിവരം പോലീസ് അറിയുന്നത്. ഇത് പ്രകാരമാണ് ഡോക്ടറുമായി സൗഹൃദം സ്ഥാപിച്ചത്. അങ്ങനെയാണ് ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിക്കുന്നത്. കടവന്ത്ര പുതിയ റോഡില് മുഴിക്കൽ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഈ നസീമ എന്ന സ്ത്രീ. ഇടയ്ക്ക് പനി ബാധിച്ചതുമായി ബന്ധപ്പെട്ടാണ് നസീമ എറണാകുളം സ്വദേശിയായ ഡോക്ടറുമായി പരിചയത്തിൽ ആകുന്നത്. അതിനെ തുടർന്ന് നസീമ മുൻകൈയെടുത്ത് ഫോണിലൂടെ സൗഹൃദം തുടർന്നു. പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ ആരംഭിച്ചതോടെ ബന്ധം വളർന്നു. ഇതിനിടയിൽ തനിക്ക് പനിയാണെന്നും ഒന്ന് പരിശോധിക്കണമെന്നും നസീമ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. ശരി, പനിയാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങനെ വീട്ടിലെത്തി പരിശോധിക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അങ്ങനെ പറയുന്നു. എന്നിട്ട് നസീമ പറയുകയാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, വീട്ടിൽ വന്നാൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ശരി, ഡോക്ടർ പറഞ്ഞു ഞാൻ വരാം, കാരണം ഇവർ തമ്മിലുള്ള സൗഹൃദവും വളർന്നിട്ടുണ്ടല്ലോ. അതിനെ തുടർന്നാണ് ഡോക്ടർ വീട്ടിലെത്തുന്നത്. നസീമയുടെ വാടക വീട്ടിൽ ഡോക്ടർ എത്തിയ സമയത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞു. തനിക്ക് പനിയല്ലെന്നും തന്റെ സ്വകാര്യ ഭാഗത്തിൽ വേദനയാണെന്നും നസീമ ഡോക്ടറോട് പറഞ്ഞു. പരിശോധന നടത്തണമെന്ന് നസീമ ആവശ്യപ്പെട്ടു. പരിശോധനയ്ക്കിടയിൽ നസീമ ഡോക്ടറെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രലോഭിപ്പിച്ചു. നസീമയുടെ ആവശ്യപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സമയത്ത് നസീമയുടെ സുഹൃത്ത് മുഹമ്മദ് അമീൻ രഹസ്യമായി ഈ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി. ലൈംഗിക ബന്ധത്തിന് ശേഷം നസീമയും സുഹൃത്തും ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഡോക്ടറെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഡോക്ടറിൽ നിന്ന് അപ്പോൾ തന്നെ 45,000 രൂപ ഇവർ വാങ്ങിയെടുത്തു. തന്നെയുമല്ല, ഡോക്ടറുടെ കാറ് നസീമയും ഈ സുഹൃത്തായ അമീനും ചേർന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. കാറ് പിറ്റേ ദിവസം തിരിച്ചു കൊടുത്തു. സംഭവം പുറത്ത് പറയാതിരിക്കാൻ 5 ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഡോക്ടർ 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. മാനമാണല്ലോ വലുത്, പോയ കുടുംബജീവിതവും പ്രസ്റ്റീജും ഒക്കെ പോകുന്നതിനെക്കാട്ടിൽ വലുതല്ല 5 ലക്ഷം എന്ന് കരുതിയിട്ടുണ്ടാവും. അതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം നസീമ ഡോക്ടറെ ഫോണിൽ വിളിച്ച് വീണ്ടും 5 ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഇത് ഇവിടെ അവസാനിക്കില്ല, 5ലും 10ലും 15ലും ഒന്നും ഇത് അവസാനിക്കില്ല, അതുകൊണ്ട് തൽക്കാലം നമുക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാം എന്ന രൂപത്തിലാണ് ഡോക്ടർ രണ്ടും കൽപ്പിച്ച് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കണം തീരുമാനമെടുത്തിരിക്കുക. അതിനെ തുടർന്ന് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു ഡോക്ടർ. അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച്
സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് സംഭവത്തിൽ അന്വേഷണം നടന്നത്. അന്വേഷണത്തില് മുഹമ്മദ് അമീനെ തൃപ്പൂണിത്തുറ ഭാഗത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ നസീമയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് പോലീസ് നസീമയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഡോക്ടറിൽ നിന്നും തട്ടിയെടുത്ത പണം ഇവര് രണ്ടുപേരും ചേർന്ന് വീതിച്ചെടുത്തതായി സമ്മതിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഇത് ഒരു നസീമയിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. ഇതിനകത്തേക്ക് മതം കൊണ്ടുവരേണ്ട കാര്യവുമില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരു മനുഷ്യൻ ഒരാളെ തട്ടിക്കാനും പറ്റിക്കാനും വെട്ടിക്കാനും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ മതം ഒന്നും ഒരു ഫാക്ടർ അല്ല. പക്ഷെ മറ്റുള്ളവരെ വിശ്വസിക്കാവുന്ന രൂപത്തിൽ നമുക്ക് ഒരു മതം ഐഡന്റിറ്റിയാണ് പലപ്പോഴും. ഇപ്പോഴത്തെ വിവാഹ തട്ടിപ്പുകാരിയായ ഒരു യുവതിക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ച വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇരകളായ ധാരാളം യുവാക്കൾ ഇപ്പോൾ ആശങ്കയിൽ ഡോക്ടറെ സമീപിച്ചുകൊണ്ടിരിക്കുക, ആശുപത്രികളെ സമീപിച്ചുകൊണ്ടിരിക്കുക. വിവാഹ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റിലാകുന്നത് ഉത്തർപ്രദേശ് സ്വദേശിനി. അവർക്ക് മെഡിക്കൽ ചെക്കപ്പിലാണ് എയ്ഡ്സ് രോഗബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. 25 വയസ്സേ ഉള്ളൂ ഈ പെണ്ണിന്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമായി നിരവധി യുവാക്കളെയാണ് ഇവർ തട്ടിപ്പിനിരയാക്കിയത്. UP പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് യുവതി HIV പോസിറ്റീവാണ് എന്ന് വ്യക്തമാകുന്നത്. യുവാക്കളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും ഒക്കെ യുവതി കവർന്നെടുക്കുന്നു. ഇവർക്ക് എയ്ഡ്സ് ആണ്. ഇത്ര കാലം പോകുമെന്നറിയില്ല. പോകുന്ന അത്രയും കാലം സുഖിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പറ്റിക്കാതെ വെട്ടിക്കാതെ പെട്ടെന്ന് പണക്കാരാകാൻ പറ്റില്ലല്ലോ. ചിലരെയൊക്കെ വിവാഹം കഴിച്ച് കുറച്ച് ദിവസം ഒപ്പം താമസിച്ച ശേഷം ആക്കിയിരിക്കും തട്ടിപ്പ് നടത്തുന്നത്. എന്നിട്ട് കടന്നു കളയും. യുവാക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും യുവതി മടിയില്ല. 25 വയസ്സിനടുത്ത് പ്രായമുള്ള ഈ യുവതിക്കൊപ്പം ബന്ധുക്കളെന്ന് പരിചയപ്പെടുത്തുന്ന ചില ആളുകളും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞ അല്പ ദിവസത്തിനകം യുവതിയെയും തന്റെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളും കവർന്ന് കാണാതാകുമെന്ന് പറഞ്ഞിട്ട് യുവാക്കള് വഞ്ചിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിയുമായിട്ട് എത്തുന്നു. ഈ പരാതികൾ കൂമ്പാരമായപ്പോഴാണ് പരിപാടി ഗംഭീരമായി എന്ന് പോലീസിന് മനസ്സിലായത്. ഇവർക്ക് ഈ യുവതിക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തട്ടിപ്പിനിരയായ യുവാക്കളെയൊക്കെ ഉത്തർപ്രദേശിലെ ആരോഗ്യ വിഭാഗം ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, കൊറോണ സമയത്ത് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതുപോലെ യുവതിക്ക് ആന്റി തെറാപ്പി ഉണ്ടല്ലോ, റിട്രോവൈറൽ, ആ തെറാപ്പി ഇപ്പോൾ പോലീസുകാരുടെ അണ്ടറിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തു വരുന്നുണ്ട്. യുവതിയുടെ അമ്മയും ഇതേ കേസിൽ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ യുവതിയുടെ തട്ടിപ്പിനിരയായ 3 യുവാക്കളെയാണ് HIV പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഇപ്പോൾ ചികിത്സയിൽ ആയിരിക്കുന്നത്. ആലോചിക്കണം, പണം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ പണം ഉണ്ടാക്കിയാൽ ഈ പണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എന്നാലും ചിന്തിക്കുന്നില്ല. പണം 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 എന്നാണോ മനുഷ്യൻ പണത്തെയും പദവിയെയും സ്നേഹിച്ചു തുടങ്ങുന്നത്, അന്ന് അവനിൽ നിന്നും മനുഷ്യത്വം ഇല്ലാതാകും. പണത്തിന്റെ പിന്നാലെ പോകുമ്പോൾ പലതും നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും, പലതും നമുക്ക് നഷ്ടപ്പെടും. മറിച്ച് ഉള്ളത് കൊണ്ട് സംതൃപ്തമായി തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ മതി. എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ നാടിങ്ങനെയൊന്നും ആകത്തില്ലല്ലോ. നന്ദി.